الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിജയത്തിനു വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള വളരെ വ്യക്തമായ, വളരെ കൃത്യമായ, വളരെ പ്രായോഗികമായ നിയമനിർദ്ദേശങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ആ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും നമ്മിലേക്ക് എത്തുകയും ചെയ്തു. അതനുസരിച്ച് ജീവിക്കുക എന്നത് മനുഷ്യന്റെ ജീവിത വിജയത്തിന് അനിവാര്യമാണ്. എന്നാൽ ഇന്നിപ്പോൾ മതത്തെ നിഷേധിക്കുന്ന ആളുകൾ, മതങ്ങളെ മൊത്തത്തിലും ഇസ്ലാമിനെ പ്രത്യേകിച്ചും പരിഹസിക്കുന്ന ആളുകൾ, വിമർശിക്കുന്ന ആളുകൾ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ യുക്തിവാദികളുണ്ട്, ദൈവനിഷേധികൾ, മതനിഷേധികളുണ്ട്, മതം വിട്ട ആളുകളുണ്ട്, ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നവരുണ്ട്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്, വിമർശിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. വിമോചനത്തിന്റെ മാർഗമാണത്, അങ്ങനെ മതനിഷേധം എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്, പലരുമുണ്ട്. ഈ ആളുകളെല്ലാം ഒന്നിച്ചും ഒറ്റയ്ക്കും ഇസ്ലാമിനെ വിമർശിക്കുക കൂടി വരികയാണ്. മുമ്പും യുക്തിവാദമുണ്ട്, മുമ്പും ദൈവനിഷേധമുണ്ട്. അന്ന് ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളിൽ നിന്നും മാറി അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മോശക്കാരനാണെന്ന് പ്രചരിപ്പിക്കുകയും അതിന് ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച ചില കാര്യങ്ങളോ ചില വ്യാഖ്യാനങ്ങളോ എടുത്ത് തെളിവായി ഉദ്ധരിക്കുകയും ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വിശ്വാസികളാണ്, ഈമാനുള്ള ആളുകളാണ്. അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ മനുഷ്യന് മാർഗദർശനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇത്തരക്കാരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ ആവർത്തിച്ചു പറയണം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർക്ക് ഖുർആനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ, ഹൃദയങ്ങൾക്ക് പൂട്ടുവെച്ചിട്ടുണ്ടോ എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. അപ്പൊ ഖുർആൻ ചിന്തിക്കാതെ പഠിക്കാതെ അന്ധമായി വിശ്വസിക്കണം എന്നല്ല അല്ലാഹു പറയുന്നത്. നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കണം, ഖുർആനെ കുറിച്ച് പഠിക്കണം എന്നാണ്. അങ്ങനെ പഠിക്കുവാൻ ആളുകൾ തയ്യാറായാൽ ഹൃദയങ്ങൾക്ക് പൂട്ടിവെച്ചിട്ടുണ്ടോ എന്ന ചോദ്യം മനുഷ്യന്റെ പഠനവും ഗവേഷണവും തുടരണമെന്നാണ്
മനസ്സറിഞ്ഞ് പഠിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പഠിച്ചാൽ എവിടെ എത്തും അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പഠിച്ചാൽ മനുഷ്യൻ എത്തിച്ചേരുക ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇങ്ങനെ പറയും. എന്താ പറയുന്നത്? ആരാ പറയുന്നത്? ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യർ. ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കുമെന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ ഖുർആൻ പറയുന്നുമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്തെന്ന വാക്കിന് തഫ്സീറുകളിൽ പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്, വിശദീകരണങ്ങൾ. അതിൽ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങൾ നോക്കിയാൽ നമുക്കറിയാം അത് തെളിവുകൾ എന്നാണ്. ദലാലത്ത്, അലാമത്ത്, ഇതൊക്കെ ആയത്തിന്റെ അർത്ഥമായി പറഞ്ഞിട്ടുണ്ട്. ദലാലത്ത്, ഹുജ്ജത്ത്, എന്തിനു വേണ്ടിയുള്ള അലാ കൗനിൽ ഖുർആനി ഹഖ്ഖാ, ഖുർആൻ ഹഖ്ഖാകുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതാണ് ആയത്ത്. അപ്പൊ നമ്മൾ ഈ ഖുർആനിൽ ഓതുന്ന ആയത്തും അതാണ്. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ആ ആയത്തുകൾ മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങൾ, തെളിവുകളായുണ്ട്. ആകാശം, ഭൂമി, അതിന്റെ സൃഷ്ടിപ്പ്, രാത്രി പകൽ, അത് മാറി മാറി വരുന്നത്, അതൊക്കെ ഒന്നും ചിന്തിക്കാത്ത ആൾക്കൊന്നും അറിയാനില്ല. ചിന്തിക്കുന്ന ആൾക്ക് അത്ഭുതമാണ്. എന്തുകൊണ്ടിങ്ങനെ എന്നത് ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് അത് വലിയ അനുഭവങ്ങളായി, അറിവുകളായി തീരും. ആ ആളുകൾ ഉലുൽ അൽബാബ് ആരാണ്? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്, ഓർക്കുന്നവരാണ്. എപ്പോൾ? നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും പാർശ്വങ്ങളിലായി കിടന്നുകൊണ്ടും അല്ലാഹുവിനെ അവർ ഓർക്കും. പോരാ, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർ ചിന്തിക്കും. അത് ഓരോ കാലമനുസരിച്ചും ചിന്തയുടെയും പഠനത്തിനെയും വാർത്തയുണ്ടാകും. ഇപ്പൊ അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഭൂമിശാസ്ത്രവും വാനശാസ്ത്രവും ഗോളശാസ്ത്രവും ഒന്നും ഇങ്ങനെ വളർന്നിട്ടില്ല. എന്നാലും അവരുടെ അറിവ് വെച്ചുകൊണ്ട് അവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ കാലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ രംഗത്ത് ധാരാളം ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആൾ ഇപ്പോഴാണെങ്കിലോ ഈ കാലത്ത് വളരെ കൂടുതലാണ്. ഈ വിജ്ഞാനങ്ങളെല്ലാം വളർന്ന് വളരെ വികസിച്ചിരിക്കുകയാണ്. എന്താണ് ഭൂമി, എന്താണ് ആകാശം, എന്താണ് ചന്ദ്രൻ, എന്താണ് ഗോളങ്ങൾ, എന്താണ് മനുഷ്യൻ, മനുഷ്യന്റെ ശരീരം, ഇതിലൊക്കെ ധാരാളം പഠനങ്ങൾ നടന്നു എന്ന് മാത്രമല്ല, ആ പഠനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വിരൽ തുമ്പുകൊണ്ട് സെർച്ച് ചെയ്ത് അറിയാൻ കഴിയുന്ന അവസ്ഥയിലെത്തി. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന മനുഷ്യൻ എന്തു പറയും? മടിയനായിരിക്കല്ല ചെയ്യുക, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കല്ല ചെയ്യുക. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അങ്ങനെ പറയും. റബ്ബേ, ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. അതായത് ഒരു ഉദ്ദേശവുമില്ലാതെ, ഒരു ക്രമവുമില്ലാതെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയതല്ല. ഫഖ്നാ അദാബന്നാർ, അല്ലാഹുവേ ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ. അപ്പൊ നമുക്ക് ഈ വിമർശകരോട് പറയാനുള്ളത് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണം എന്നതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാൽ ഉറപ്പാണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പറയേണ്ടി വരും. ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഒരുപാട് ആയത്തുകൾ, ഒരുപാട് സൂറത്തുകളുണ്ട്. 11 ആയത്തുകൾ ഒന്നിച്ചു പറയുന്നു ഈ വിഷയങ്ങൾ. സൂറത്തുൻ നബഇൽ അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന, അതാണ് അനിൻ നബഇൽ അളീം, മഹാവിവരം, വലിയ വർത്തമാനം, പരലോകത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. അതിൽ പറയുന്നു അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമക്കും സുബാത വജഅൽനാ അൽ-ലൈല ലിബാസ വജഅൽനാ അൻ-നഹാര മആശ.
وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ഇത് 6 മുതൽ 11 കൂടി ആയത്തുകളാണ് സൂറത്ത് നബയിലെ. ഈ ആയത്തുകൾ നോക്കിയാൽ അറിയാം ഇതിൽ മിക്കവാറും എല്ലാ വിഷയങ്ങളും അള്ളാഹു മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആദ്യം പറഞ്ഞത് അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പ് പോലെയാക്കി തന്നു. അതിന്റെ തഫ്സീറിൽ പറയുന്നത് മനുഷ്യയോഗ്യമാക്കി തന്നതാണ്. ജീവിക്കാൻ പറ്റിയ, മനുഷ്യന് ജീവിക്കുവാൻ പറ്റിയ വിധത്തിലാക്കി തന്നു ഭൂമി. നമുക്ക് ജീവിക്കാൻ, നമുക്ക് ജോലി ചെയ്യാൻ, നമുക്ക് നടക്കാൻ, നമുക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, നമുക്ക് ആവശ്യമുള്ള എല്ലാത്തിനും പറ്റിയ വിധത്തിലാണ് ഭൂമി. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല ഈ പരിസ്ഥിതി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ വായുവുണ്ട്, ഇവിടെ സസ്യങ്ങളുണ്ട്, ഇവിടെ മനുഷ്യന് ആവശ്യമുള്ള എല്ലാം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചു. അതുപോലെ തന്നെ വൽ ജിബാല ഔതാദ, ജിബാൽ ജബൽ എന്ന പർവ്വതങ്ങൾ, മലകളെ ഔത്താദാക്കി. ഔത്താദ് എന്ന് പറഞ്ഞാൽ ആണി എന്നാണ്. ഈ ഭൂമി അതിന്റെ സന്തുലിതാവസ്ഥയിൽ തെറ്റിപ്പോവാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് പർവ്വതം. പർവ്വതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അത് പഠിച്ചാൽ മനസ്സിലാകും. മുകളിലോട്ട് പർവ്വതമുള്ള പോലെ അതിന് താഴോട്ടും കൊണ്ടുവന്നു. അതിന്റെ മണ്ണും കല്ലുമൊക്കെ അതിന്റെ ഡെൻസിറ്റി പോലും അവിടെ ഉറച്ചു നിൽക്കാൻ പറ്റിയ വിധത്തിലാണ് സംവിധാനം എന്നാണ്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു. അത് തന്നെ ഒരു ഹുത്ബയിൽ പറയാൻ മാത്രമുണ്ട്. ഇതിൽ ഓരോ വിഷയങ്ങളും ഇണകളായി സൃഷ്ടിച്ചു. ഇണ സമ്പ്രദായം അതില്ലെങ്കിൽ ഇവിടെ ഒരു ജീവിയും വംശവർദ്ധനമുണ്ടാവില്ല, തീർന്നുപോകും. ആണും പെണ്ണും എന്ന ഇണ സമ്പ്രദായം ഉണ്ടാക്കി. ഇണ ചേരുക എന്ന ഒരു നിയമം പ്രകൃതിയിലുണ്ടാക്കി. ഇണ ചേരാനുള്ള വശ്യതയും മാനസികമായ അടുപ്പവും ജീവികളിലുണ്ടാക്കി. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും. വഖലഖനാകും അസ്വാജ. അതിന് ആണിന് ആണിന്റെ ശരീരം, പെണ്ണിന് പെണ്ണിന്റെ ശരീരം. ആ ശരീരങ്ങളുടെ അവയവങ്ങൾ, ആന്തരവയവങ്ങളൊക്കെ ഇണക്ക് പറ്റിയ വിധത്തിലാണ് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയുണ്ടായി എന്നതാലോചിക്കാനാണ് ഈ പറയുന്നത്. ആൺ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ പെണ്ണിനോ, പെണ്ണ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ ആണിനോ സാധ്യമല്ല. ജീവികൾ അങ്ങനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്, മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു. ഉറക്കം വിശ്രമമാണ്. വിശ്രമം മനുഷ്യന് അനിവാര്യമാണ്. ഇന്നും ഞാൻ വായിച്ചു ഒരു ലേഖനം, ഒരു ഡോക്ടർ എഴുതിയ ലേഖനം. നമ്മുടെ പുതിയ പുതിയ അസുഖങ്ങളില്ലേ, ജീവിതശൈലി രോഗങ്ങള്, പല മാറാവ്യാധികള്, ഒന്നാമത്തെ മരുന്ന് നന്നായി ഉറങ്ങുക, നന്നായി വിശ്രമിക്കുക എന്നതാണ്. അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ച ഏറ്റവും കൃത്യവും ഭദ്രവുമായ കാര്യങ്ങളിൽ ഒന്ന് വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു. വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്കൊരു മറയാക്കി തന്നു, അല്ലെങ്കിൽ ഒരു വസ്ത്രം പോലെയാക്കി തന്നു. ഇരുട്ട് അത് മനുഷ്യർക്ക് വലിയ അനുഗ്രഹമാണെന്നാണ്. മനുഷ്യന്റെ സ്വകാര്യതയ്ക്കും മനുഷ്യന്റെ ശാന്തമായ ജീവിതത്തിനും വിശ്രമത്തിനും ക്ഷീണം മാറാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഇരുട്ട് വെറുതെ ഉണ്ടാവില്ലല്ലോ. അതിൽ സൂര്യനും അതിൽ ഭൂമിയും അതിന്റെ കറക്കങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് അത് എന്ന് നാം അറിയണം. പിന്നെ വജഅൽന നഹാറ മആശ, പകലിന് നിങ്ങൾക്ക് ജീവിത സന്ധാരണത്തിനുള്ള, അതായത് ജീവിത ആയോധനത്തിനുള്ള അവസ്ഥയുമാക്കി തന്നു. സൂര്യൻ, പ്രകാശം, ഊർജം, മനുഷ്യന് ജോലി ചെയ്യാൻ ഒക്കെ തന്നെ ഒരവസരം പകലിൽ അല്ലാഹു വെച്ചു തന്നിരിക്കുന്നു. വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദ, നിങ്ങളുടെ മുകളിൽ 7 ബലിഷ്ഠമായ ആകാശങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചു. അതൊക്കെ എവിടെയാണ്, എന്താണ്, എത്രയാണ് എന്നൊന്നും തീർത്ത് പറയാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ഒന്നാമത്തത് ആകാശലോകം എന്ന് പറയുന്നത്, അതിന്റെ അവിടെയുള്ള ഗോളങ്ങൾ എന്ന് പറയുന്നത്
ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല. കോടിക്കണക്കിന് വർഷം അല്ലെങ്കിൽ പ്രകാശവർഷം എന്നൊക്കെ അങ്ങോട്ട് പറയാനല്ലാതെ കൃത്യമായി എണ്ണിക്കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മുകളിൽ 7 ബലിഷ്ഠമായ ആകാശങ്ങളെ സൃഷ്ടിച്ചു തന്നു. പിന്നെ വജഅൽനാ സിറാജൻ വഹാജ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കിനെയും അല്ലാഹു വെച്ചു. അത് സൂര്യനാണ്. ആ സൂര്യൻ ഒരത്ഭുതമാണ്. അതിൽ നിന്നാണ് പ്രകാശം വരുന്നത്, അതിൽ നിന്നാണ് ഊർജം വരുന്നത്. ആ ഒരു കേന്ദ്രബിന്ദുവായി സൗരയൂഥത്തിൽ അല്ലാഹു തആല കത്തിച്ചു വെച്ച ഒരു ശക്തമായി പ്രകാശിക്കുന്ന കത്തിജ്വലിക്കുന്ന ഒരു ഗോളമാണ് സൂര്യൻ. വഅൻസൽനാ മിനസ് സമാഇ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, കാർമേഘങ്ങളിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം, മഴ അല്ലാഹു തആല നൽകി. അതും പഠിക്കേണ്ട കുറെ വിഷയമുണ്ട്. എങ്ങനെ വെള്ളമുണ്ടാകുന്നു ആകാശത്ത് മഴ പെയ്യാൻ, എങ്ങനെ മേഘമുണ്ടാകുന്നു, എങ്ങനെ ഭൂമിയിലെ വെള്ളം മേലോട്ട് ആവിയായി പോകുന്നു, എങ്ങനെ തണുക്കുന്നു, എങ്ങനെ മഴയാകുന്നു, അതൊക്കെ വലിയ വലിയ ശാസ്ത്രങ്ങളാണ്. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, ആ മഴവെള്ളം കൊണ്ട് അല്ലാഹു തആല ധാന്യങ്ങളും സസ്യങ്ങളും ഉത്പാദിപ്പിക്കുന്നു. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങളും. വലിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും ഓരോ ശാസ്ത്രമാണ്. ഇപ്പൊ ഇവിടെ നാം ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ച് പറഞ്ഞല്ലോ, നമുക്ക് ഊർജം കിട്ടുന്ന സൂര്യനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ പറയുന്നത് വലിയ അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 15 കോടി കിലോമീറ്റർ ദൂരമുണ്ട് ഏകദേശം. ഈ 15 കോടി കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരമൊന്നും നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഭൂമിയുടെ ചുറ്റളവ് തന്നെ 40,000 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഏകദേശം. അപ്പൊ അതിന്റെ വലുപ്പം. എന്നിട്ട് നോക്കൂ, സൂര്യനും ഭൂമിയും തമ്മിലുള്ള പ്രകാശത്തിന്റെ അകലം. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശം ഭൂമിയിൽ എത്താൻ 8 മിനിറ്റ് വേണം. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ അടുത്തല്ല. ഒരു സെക്കൻഡിൽ പ്രകാശത്തിന്റെ വേഗത 3 ലക്ഷം കിലോമീറ്റർ ആണെന്ന്. ഒരു സെക്കൻഡിൽ പ്രകാശം, ഒരു സെക്കൻഡ് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന അത്രേ ഉള്ളൂ. 3 ലക്ഷം കിലോമീറ്റർ പ്രകാശം പോകുമെന്നാണ്. അങ്ങനെയുള്ള പ്രകാശമാണ് 8 മിനിറ്റ് എടുക്കും സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ. നമ്മളിപ്പോ അവിടെ ഒരു സൂര്യനെ കാണുന്നുണ്ടല്ലോ, ആ സൂര്യൻ അവിടെ നശിച്ചുപോയിട്ട് 8 മിനിറ്റ് കഴിഞ്ഞാലും നമ്മൾ അതിനെ കാണും. ഒരു വസ്തുവിനെ കാണാന്ന് പറഞ്ഞാൽ ആ പ്രകാശം എത്തുമ്പോഴാണ് അതിനെ കാണുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ വലിയ വലിയ സംവിധാനങ്ങളാണ്. ഇപ്പൊ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു, ചന്ദ്രൻ സൂര്യന്റെ പ്രകാശം ഏറ്റ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നു. സൂര്യനും ചന്ദ്രനും തമ്മിൽ തന്നെ ഭൂമിയും ചന്ദ്രനും തമ്മിൽ 3,84,400 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊക്കെ കറങ്ങുന്നതുമാണ്. അതാ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ സ്വയം കറങ്ങുന്നതാണ് ഗോളങ്ങൾ. ഈ ഗോളങ്ങളിൽ എല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ അത് ഭൂമിയെ ചുറ്റുന്നു. ഇതെല്ലാം കൂടിയുള്ള സൗരയൂഥം വേറെ ഏതോ ഇതുപോലുള്ള ഒരു സംവിധാനത്തെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മഹാ അത്ഭുതങ്ങളാണ്. ഇനി ചോദിക്കാനുള്ളത്, നമ്മളിതിൽ നോക്കിയാൽ ഈ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ, എല്ലാം സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്തിനാണ് ഈ ആയത്തുകളെ കാണിച്ചു കൊടുക്കുന്നത്? ഹത്താ യതബയ്യന ലഹും, അവർക്ക് ബോധ്യമാവാൻ വേണ്ടിയാണ്. എന്ത്? ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, അവരുടെ ശരീരത്തിലുമുണ്ട് ആയത്തുകൾ. ഈ പ്രപഞ്ചത്തിൽ ഓരോ സാധനത്തിലും മനുഷ്യന്റെ ശരീരത്തിലും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ. അന്നഹു, അത് ഏതാണത്? ഒന്നാമതായി കൊടുക്കുന്ന അർത്ഥം ഖുർആൻ എന്നാണ്. ഖുർആൻ സത്യമാണ് എന്ന് ഈ ആയത്തുകളെ കൊണ്ട് പഠനം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊരു തഫ്സീർ, ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൊത്തം ആദർശം ഇസ്ലാം, അത് അല്ലാഹുവിന്റെ ദീൻ, അത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും. അവലം യക്ഫി
ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അത് പോരേന്നാണ്. നിന്റെ റബ്ബിന്, ആ റബ്ബ് എല്ലാ വസ്തുക്കൾക്കും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെ പോരെ എന്ന് റബ്ബ് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് അത്ഭുതമാണ്. എന്താ മനുഷ്യന്റെ ശരീരത്തിന്റെ അത്ഭുതം? ഈ ശരീരം തന്നെ ഒരു അത്ഭുതം. അതിന്റെ ഓരോ വ്യവസ്ഥയും അത്ഭുതം. അല്ലേ? തലച്ചോറ്, ഹൃദയം, കിഡ്നി, ശ്വാസകോശം, അങ്ങനെ ചെറുതും വലുതുമായ ഓരോ അവയവവും അതിൻ്റെതായ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആശുപത്രികളിൽ പോയാൽ നമുക്ക് കാണാം, ഓരോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാൽ അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ടാവും. ഹൃദയത്തിന്റെ പ്രാധാന്യം, ഹൃദയമിടിപ്പുകള്. അല്ലേ? ഒരു മനുഷ്യന്റെ ഹൃദയം സാധാരണ നിലയിൽ 60 മുതൽ 110 വരെ തവണ മിടിപ്പ് ഉണ്ടാകും. ഒരു 70-72 അതിന്റെ നോർമൽ. കുട്ടികൾക്ക് കുറച്ച് അധികമാണ്. ശാന്തനായിരിക്കുമ്പോൾ മിടിപ്പ് കുറയും. വൈകാരികമായി ഭയപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ മിടിപ്പ് കൂടും. അതൊരു അത്ഭുതമല്ലേ? നിങ്ങൾ എന്നാല് വൃക്ക ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി നോക്കി, അവിടെ വൃക്കയെക്കുറിച്ച് പറയും. ആ വൃക്കയുടെ, കിഡ്നിയുടെ ധർമ്മം ശരീരത്തിൽ രക്തശുദ്ധീകരണം നടത്തുകയാണ് എല്ലാ സമയവും. ഇതൊക്കെ നമ്മൾ ഉറങ്ങുമ്പോഴും നടത്തുന്നുണ്ട്. ഈ കിഡ്നിയുടെ ഒരു ദിവസം എത്ര സമയം എന്നറിയോ? ഒരു ദിവസം 150 മുതൽ 180 ലിറ്റർ വരെ രക്തം ശുദ്ധിയാക്കുന്ന ഒരു ഫാക്ടറിയാണ്. 150 മുതൽ 180 വരെ ലിറ്റർ രക്തം. എന്നിട്ട് ആ രക്തം ശുദ്ധീകരിച്ചിട്ട് ഒരു വലിയ ഭാഗം വീണ്ടും രക്തത്തിലേക്ക് പോവുകയും 1-2 ലിറ്റർ അത് മൂത്രമായി പുറത്തു പോവുകയും ചെയ്യുന്നു എന്നാണ്. വിഷാംശങ്ങൾ പുറന്തള്ളുന്നു. ഇത് ആരുണ്ടാക്കി തന്നു ഈ ഒരു സംവിധാനം? നമ്മുടെ കിഡ്നി കേടുവരാതിരുന്നാൽ യന്ത്രങ്ങൾ വെച്ചിട്ടും ഡയാലിസിസ് ചെയ്തിട്ടും ഒക്കെ പിന്നെയും കുറെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ചെലവെത്രയാ? ശ്വാസകോശവും അങ്ങനെ. ശ്വാസകോശം അതൊരു വലിയ സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ശരീരത്തിന്റെ ഉള്ളിലോട്ട് വായു വലിച്ചെടുക്കുന്നത്, ശുദ്ധവായു, ഓക്സിജൻ. പുറത്തേക്ക് അശുദ്ധവായു, കാർബൺ ഡൈ ഓക്സൈഡ്, അത് പുറത്തേക്ക് തള്ളുന്നത്. ഈ ഒരു പ്രക്രിയ നടക്കുമ്പോഴേ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയും. ഏതായാൽ ഒരു വാതകം വലിച്ചെടുക്കുകയും മറ്റൊരു വാതകം പുറത്തേക്കിടുകയും ചെയ്യുന്ന ആ ഒരു സംവിധാനം, അതും ഒരു വലിയ സംവിധാനമാണ്. ശ്വാസതടസ്സമുണ്ടാകുമ്പോൾ ഒക്കെ തന്നെ അതിനുള്ള ചികിത്സ, എത്രയാണ് അതിന്റെ ചികിത്സ? വലിയ ചികിത്സയാണല്ലോ ഇതിനൊക്കെ, അല്ലെ? ഓക്സിജൻ ഫിറ്റ് ചെയ്താൽ ഒരു രോഗി ഒരു ദിവസം ആയിരക്കണക്കിനോ 10,000-കണക്കിനോ രൂപ കൊടുക്കുന്നത് ശ്വാസം വിടാൻ വേണ്ടിയാണ്. ഈ ദുനിയാവിൽ അല്ലാഹു തആല വെച്ച ഓക്സിജൻ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് യാതൊരു ചെലവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവനിഷേധികളായ ആളുകൾ അവർ പഠിക്കണം, അവരറിയണം, ചിന്തിക്കണം. എന്തുകൊണ്ടിങ്ങനെ? അത് തനിയെ ഉണ്ടായതാണ്, അത് എവല്യൂഷനാണ്, പരിണാമമാണ്, മില്യൺ കണക്കിന് കൊല്ലം കൊണ്ട് രൂപം കൊണ്ടതാണ്. അതൊന്നും മറുപടിയല്ല. അങ്ങനെ തനിയെ ഉണ്ടായതാണെങ്കിൽ ഈ കൃത്യത എങ്ങനെ, ഈ വ്യവസ്ഥ എങ്ങനെ, ഇത്രയും ഭദ്രമായ രൂപമെങ്ങനെ? അതിനും മറുപടി വേണ്ടേ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ആയുഷ്കാലത്തിനിടയിൽ എന്തെങ്കിലും ഒരു സാധനം സ്വയം ഉണ്ടാകട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ ഒരുപാട് സാധനങ്ങളില്ലേ? ആരും അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കുകയോ തനിയെ ഉണ്ടായതായി പരിചയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോ സൃഷ്ടികളാണ് സൃഷ്ടാവുണ്ട് എന്നതിന്റെ തെളിവും അടയാളവും. അതാണ് ആയത്ത്. ദൈവനിഷേധികൾ വെറുതെ പറഞ്ഞു നടക്കുന്ന മിഥ്യാവാദങ്ങളാണ്. ഇവിടെ സൃഷ്ടാവില്ല, അതുകൊണ്ട് തന്നെ സൃഷ്ടികളുമില്ല. ഇതാരും സൃഷ്ടികളല്ല, അതുകൊണ്ട് സൃഷ്ടാവുമില്ല എന്നത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്ക് സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന, കടപ്പുറം പള്ളിയുടെ സെക്രട്ടറി ആയിരുന്ന, മിഷ്കാത്തുൽ ഹുദ മദ്രസയുടെ മാനേജറായിരുന്ന ഇടിയങ്ങരയിലെ മമ്മു ഹാജി അവர்கள்
ഈ അടുത്ത ദിവസം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് 100 വയസ്സോളം ഉണ്ടായിരുന്നു. പഴയകാല ദീനീ പ്രവർത്തകൻ എന്ന നിലയിൽ കോഴിക്കോട് പട്ടണത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു വ്യക്തിയുമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകണമേ. രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് തരണമേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.